എൻസോ മറസ്ക എന്തായാലും വാക്ക് പാലിച്ചു. ചെൽസി ആ ഒരു പഴയ നിലവാരത്തിലേക്ക്, യൂറോപ്യൻ നിലവാരത്തിലേക്കൊക്കെ തിരികെ കൊണ്ടുവരുമെന്നുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനം ആദ്യ സീസണിൽ തന്നെ നിറവേറി എന്ന് പറയേണ്ടി വരും. പ്രീമിയർ ലീഗിൽ 4-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് ചാമ്പ്യൻസ് ലീഗ് ബെർത്ത് സ്വന്തമാക്കി. അതിനുശേഷം മൂന്നാമത്തെ ദിവസം യുഎഫ കോൺഫറൻസ് ലീഗ് കിരീടം നേടി. ഒരു 3-4 വർഷങ്ങളായിട്ട് കിരീടം ലഭിക്കാത്ത ആ ഒരു സാഹചര്യം മറികടന്നിരിക്കുകയാണ് ചെൽസി. 2021 ചെൽസി അവസാനമായിട്ട് ഒരു യൂറോപ്യൻ കിരീടം നേടിയ അന്നത്തെ ചാമ്പ്യൻസ് ലീഗ് ട്രോഫി ചെൽസിക്കായിരുന്നു. അതിനുശേഷം 2022 ക്ലബ്ബ് വേൾഡ് കപ്പ് നേടി. അപ്പൊ അതിനുശേഷമുള്ള ചെൽസിയുടെ അവസ്ഥ ഒരു വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു. ഉടമസ്ഥൻ മാറുന്നു, ആ ഒരു അബ്രാമോവിച്ചിന്റെ ആ ഒരു ഇറ അവസാനിക്കുന്നു. അതിനുശേഷം ടോഡ് ബോഹ്ലി വരുന്നു. ബോഹ്ലി വന്നതിന് ശേഷം ഒരുപാട് സ്പെൻഡിങ്ങുകൾ നടത്തുന്നു, പക്ഷേ കോച്ചുമാരെ മാറ്റുന്നു, ഒന്നും നടക്കുന്നില്ല. എന്തായാലും അതിനുള്ള ഒരു റിസൾട്ട് വൈകിയാണെങ്കിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത സീസണിൽ ചെൽസി എന്തായാലും ഒരു ഫോമിഡബിൾ സൈഡായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കാരണം ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ നിർണായകമായുള്ള ചില സൈനിങ്ങുകൾ കൂടി നടത്തുകയാണെങ്കിൽ ബ്ലൂസിന് നല്ല രീതിയിൽ എല്ലാ ട്രോഫിക്ക് വേണ്ടിയിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. എൻസോ മറസ്കയ്ക്ക് വലിയൊരു കോൺഫിഡൻസ് നൽകുന്നതാണ് ഈ ഒരു കോൺഫറൻസ് ലീഗ് കിരീടം. റയൽ ബെറ്റിസിനെ 4-1 തകർത്താണ്, ഒരു ഗംഭീര തിരിച്ചുവരവ് നടത്തിയാണ് ചെൽസി കോൺഫറൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിട്ടിരിക്കുന്നത്. പിന്നെ ഇനിയിപ്പം എല്ലാവരും ആലോചിക്കുന്നത്, അല്ലെങ്കിൽ ചെൽസിയുമായി ബന്ധപ്പെട്ട് ആരാധകരെല്ലാം വളരെ വലിയ രീതിയിൽ പ്രതീക്ഷിക്കുന്നത് ആരൊക്കെ വരുമെന്നുള്ളതാണ്. കാരണം ഇനിയൊരു ഓവർഹോൾ ചെൽസിക്ക് ആവശ്യം വരുന്നില്ല. കാരണം കഴിഞ്ഞ സമ്മറിൽ 11 പ്ലേയേഴ്സിനെയാണ് മൊത്തം ചെൽസി ടീമിലേക്ക് കൊണ്ടുവന്നത്. 42-43 അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു വലിയ സ്ക്വാഡിനെ എൻസോ മറസ്ക ട്രിം ചെയ്ത് 26 പേരെ ആയിട്ട് ചുരുക്കി മാക്സിമം റിസൾട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയത്. 24 വയസ്സാണ് ഈ ഒരു ടീമിൻ്റെ ആവറേജ് ഏജ്. അപ്പം ചെൽസി ഇന്ന് നേടുന്ന ഒരു ചെറിയ പ്രതിസന്ധി എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൻ്റെ കുറവ് മാത്രമാണ്. പക്ഷേ അടുത്ത സീസണിലും വരും വർഷങ്ങളിലൊക്കെ ഈ രീതിയിൽ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ചെൽസി വളരെ പ്രോമിസിങ് ആയുള്ള ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സൈഡായിട്ട് മാറും. പ്രത്യേകിച്ച് ചെൽസിയുടെ ഒരു സ്ട്രാറ്റജി കുറച്ച് കാലമായിട്ട് യങ് ആയിട്ടുള്ള ടാലൻറ്റുകളെ സൈൻ ചെയ്യുക എന്നുള്ള, ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന രീതിയിലുള്ള യങ് ടാലൻറ്റുകളെ കൊണ്ടുവന്നിട്ട് അവരെയൊക്കെ സ്വന്തമാക്കുക, അവരെ വെച്ചിട്ടൊരു ക്ലസ്റ്റർ ആയിട്ടൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം 30-ലധികം മത്സരങ്ങൾ ഈ സീസണിൽ കളിച്ചത് 9 താരങ്ങളാണ്. അപ്പം ഇങ്ങനെ കോറായിട്ടുള്ള ഒരു ടീമിനെ സെറ്റ് ചെയ്തെടുക്കാൻ എൻസോ മറസ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ചെൽസിയുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ ലോകോത്തര നിലവാരമുള്ള ഒരു മിഡ്ഫീൽഡാണ്. അപ്പം മിഡ്ഫീൽഡിനെ കുറിച്ച് ചെൽസിക്ക് യാതൊരു ആശങ്കയും വേണ്ട. പല ടീമുകൾക്കും പ്രശ്നം മിഡ്ഫീൽഡാണ്. അവർ മിഡ്ഫീൽഡിൽ വേണ്ടത്ര രീതിയിലുള്ള ക്രിയേറ്റീവായുള്ള പ്ലെയേഴ്സ് ഇല്ല, അല്ലെങ്കിൽ ഡിഫൻസീവ് എബിലിറ്റി ഉള്ള പ്ലെയേഴ്സ് ഇല്ല എന്നുള്ളതൊക്കെ വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ചെൽസിയെ സംബന്ധിച്ച് പറയാൻ വളരെ യങ് ആയിട്ടുള്ള എന്നാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡാണ്. കോൾ പാമർ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ നടത്തിയ പെർഫോമൻസ് നമുക്കറിയാം, ഒറ്റയ്ക്ക് കളിയുടെ ഗതി തിരിച്ചുവിടുന്ന ഒരു പ്ലെയറാണ്. പിന്നെ അതുകൂടാതെ തന്നെ എൻസോ ഫെർണാണ്ടസ് എല്ലാ മത്സരത്തിലും തൻ്റെ ഇംപ്രിൻ്റ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൈസദ് ആണെങ്കിലും അതേ രീതിയിൽ കളിക്കുന്നു. അപ്പം 3 ലോകോത്തര മിഡ്ഫീൽഡേഴ്സ്, അതായത് മത്സരത്തിൻ്റെ റിസൾട്ട് മാറ്റിമറിക്കാൻ പറ്റുന്ന ഇമ്പാക്റ്റ് പ്ലെയേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് ചെൽസിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ചില പൊസിഷനുകളിൽ കൂടി മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ ചെൽസിക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ ഗോൾ കീപ്പറുടെ പൊസിഷൻ തന്നെയാണ്. കാരണം പലപ്പോഴും റോബർട്ട് സാഞ്ചസ് ഒരു നമ്പാൻ പറ്റാത്ത ഗോൾ കീപ്പറായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയുള്ള കൺസിസ്റ്റൻസി ഫീൽ ചെയ്യുന്ന രീതിയിൽ, ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് പുറത്തെടുക്കാൻ പറ്റുന്ന വിശ്വസ്തനായ ഒരു ഗോൾ കീപ്പർ വരികയാണെങ്കിൽ ചെൽസിക്ക് അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് സ്ട്രൈക്കറുടെ ഏരിയ ആണ്. അപ്പോൾ സ്ട്രൈക്കർ ഒരു വലിയ പ്രോബ്ലം തന്നെയാണ് ചെൽസിക്ക്. ഇപ്പം നിക്ലസ് ജാക്സൺ ഗോൾ അടിക്കുന്നുണ്ടെങ്കിലും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ഗോൾ സ്കോറർ ഉണ്ടെങ്കിൽ ചെൽസിക്ക് ഇതിലും മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു അന്വേഷണം കുറേ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. പല പേരുകളും ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിലും കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഒസിമിൻ്റെ പേര് ആസ് യൂഷ്വൽ കേൾക്കുന്നുണ്ട്. പിന്നെ വിക്ടർ ഗ്യോക്കറസ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട പേര്. പിന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഹ്യൂഗോ എക്കിറ്റിക്കയുടെ, എൻട്രാങ്ക് ഫ്രാങ്ക്ഫർട്ടിൻ്റെ ഗോളടി യന്ത്രമായ എക്കിറ്റിക്കയുടെ പേര് കേൾക്കുന്നുണ്ട് വളരെ സജീവമായിട്ട്. ബെഞ്ചമിൻ സെസ്കോ, ജൊനാഥൻ ഡേവിഡ്, ലിയാം ഡിലാപ്പ്, ഇവരുടെയൊക്കെ പേരുകളും വളരെ സജീവമായി ചെൽസിയുമായി ചേർത്ത് ഇങ്ങനെ വളരെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ എന്താവുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു മികച്ച ഒരു ഗോൾ സ്കോറർ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ചെൽസിയുടെ ഒരു റിസൾട്ട് ഇതായിരിക്കില്ല എന്നാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. അപ്പം അതും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഒരു ഗോൾ സ്കോറിങ് എബിലിറ്റി ഉള്ള ഒരു വിങ്ങർ, പിന്നെ ഒരു സെൻട്രൽ ബാക്ക്, ഇതും വളരെ അത്യാവശ്യമായുള്ള ഒരു കാര്യം തന്നെയാണ് ചെൽസിയെ സംബന്ധിച്ച്. ഇപ്പം മാർക്ക് ഗേഹിയുടെ പേരൊക്കെ ഇങ്ങനെ സജീവമായിട്ട് വീണ്ടും ഉയർന്നു വരുന്നുണ്ട്. അപ്പം ചെൽസിയെ സംബന്ധിച്ച് ഇനിയൊരു ടീം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഓവർഹോളൊന്നും അത്യാവശ്യമില്ല. വേണ്ടത് വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള സൈനിങ്ങുകളാണ്. അപ്പോൾ അത് വരികയാണെങ്കിൽ ഈ ടീമിൻ്റെ റിസൾട്ട് വേറെ ലെവലിലെത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ചെൽസിക്ക് ഇനി പ്രോമിസിങ് ആയുള്ള ഒരു
കിരീട സാധ്യത കൂടി നിൽക്കുന്നുണ്ട്. ഇപ്പം അടുത്ത ക്ലബ് വേൾഡ് കപ്പിന് ചെൽസി കളിക്കാൻ പോവുകയാണ്. ആകെ 2 ടീമുകളാണ് പ്രീമിയർ ലീഗിൽ നിന്ന് ക്ലബ് വേൾഡ് കപ്പിൽ മാറ്റിയിരിക്കുന്നത്. ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റി, മറ്റൊന്ന് ചെൽസിയുമാണ്. അപ്പം ചെൽസിയെ സംബന്ധിച്ച് ഈ ഒരു ടൂർണമെന്റിനെ വളരെ ഇമ്പോർട്ടൻ്റോടെയായിരിക്കും അവർ കാണുന്നത്. കാരണം ചാമ്പ്യൻസ് ലീഗിനെ അവർ ക്വാളിഫൈ ചെയ്തതോടുകൂടി 100 മില്യൺ യൂറോയുടെ ഒരു ബെനിഫിറ്റാണ് ലഭിക്കാൻ പോകുന്നത്. അതുകൂടാതെ ഇപ്പം ക്ലബ് വേൾഡ് കപ്പിൽ ഒരു ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തുകയാണെങ്കിൽ വീണ്ടും ഒരു 100 മില്യൺ ഇൻകം ആയിട്ട് ചെൽസിക്ക് ലഭിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ പോസിറ്റീവായുള്ള കാര്യമാണ്. പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള സൈനിങ്ങളൊക്കെ അവർക്ക് കൊണ്ടുവരാൻ പറ്റും. പലപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ചെൽസി വളരെ സജീവമായിട്ട് തന്നെ ഒരു PSG ലൈനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് PSG ഇപ്പം കൊണ്ടുവരുന്ന ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അതായത് വേൾഡ് ക്ലാസ് നിലവാരത്തിലേക്ക് വരാൻ പറ്റുന്ന താരങ്ങളെ സൈൻ ചെയ്യുക മാക്സിമം, അല്ലാതെ വമ്പൻ താരങ്ങളെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല എന്നുള്ള ഒരു അവസ്ഥ തന്നെയാണ് ചെൽസിയും പോയിക്കൊണ്ടിരിക്കുന്നത്. മികച്ച ചില സൈനിങ്ങൾ കൂടി നടത്താൻ സാധിക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ ചെൽസിക്ക് ഒരു മികച്ച പെർഫോമൻസ്, അതായത് ഒരു മെയിൻ ടീമായിട്ട്, അതിപ്പോൾ ചാമ്പ്യൻസ് ലീഗിലാണെങ്കിലും പ്രീമിയർ ലീഗിലാണെങ്കിലും ഒരു മെയിൻ കണ്ടന്റർ എന്നുള്ള രീതിയിലേക്ക് മാറാൻ സാധിക്കുമോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തണേ.